നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഇന്നത്തെ സ്നാക്ക്. അപ്പോൾ നമുക്കതിന് ഞാൻ ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് 1 കപ്പോളം ചിക്കൻ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് കട്ട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. ആ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, അതായത് ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള, ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. കനം കുറച്ചരിയണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ജീരകം കൂടി നന്നായി മൊരിഞ്ഞ് വരണം. ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മതി കേട്ടോ. ഈ സവോള ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ. അതായത് മുളക് പൊടി 2 സ്പൂണോളം, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മതി ഇതാണ് കേട്ടോ. പിന്നെ ഗരം മസാല ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും കൂടി ഉണ്ട്. പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഉപ്പുണ്ട്. കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ്. നല്ല ഡ്രൈ ആവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുന്നതിന് മുന്നേ നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഇടണ്ടേ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മല്ലിയില ഇനി ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ചധികം മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ളത് ഞാൻ ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഈസി അങ്ങനെ ആക്കി വെച്ച് നമുക്ക് ഭയങ്കര പെട്ടെന്ന് ഈസിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓരോന്നും ആദ്യം മുക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കാം. ഓരോന്നും ഇങ്ങനെ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. കണ്ടോ, റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഒന്നും കൂടി വേണമെങ്കിൽ ബ്രെഡിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത്. ഇനി എല്ലാതും അങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കേ വേണ്ടൂ. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ കട്ട്ലേറ്റായിട്ട് ഇട്ട് കൊടുത്താക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കട്ട്ലേറ്റ് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മൊരിവായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. പൊരിയെടുക്കാം കേട്ടോ. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. അപ്പോൾ ഉൾവശം നന്നായി വെന്ത് കിട്ടും, പുറവും നന്നായി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും ചെയ്യും. കട്ട്ലേറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മൊരിവായിട്ട് വന്നിട്ടുണ്ട്.
നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. സലാഡിൻ്റെ കൂടെ ആയാലും സോസിൻ്റെ കൂടെ ആയാലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. മറക്കരുതേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.